നിരങ്ങി നിരങ്ങി 5 വർഷം കളഞ്ഞതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ കുളിക്കാതെയും നനയ്ക്കാതെയും വോട്ട് തെണ്ടുകയായിരുന്നു. അതേസമയം മറ്റു പാർട്ടിക്കാർ മതവിളക്കിയാണ് വോട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഓടുകയായിരുന്നു. നാട്ടുകാർക്ക് വേണ്ടി ഓടി, വീട്ടുകാർക്ക് വേണ്ടി ഓടി, ജനങ്ങൾക്ക് വേണ്ടി ഓടി. ഓടി 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 ഞാൻ ഇങ്ങനെ ഓടുന്നുണ്ടോ? ക്ഷീണിച്ചോ? പക്ഷെ ഞാൻ ചെയ്യില്ല. വീട്ടിൽ ചോദിക്കാൻ പറയാനായിട്ടുണ്ടോ? ഇപ്പൊ ആരുമില്ല. അല്ല 5 മണി കഴിഞ്ഞ എല്ലാവരും പണിയേണ്ടി വരെ. അമ്മ മീൻപറച്ചിൽ മുട്ട ചെയ്യും. അച്ഛൻ പിൽക്കാനുള്ള മുട്ട പൊടിയുന്നു. പിന്നീട് ഭർത്താവുണ്ട്. മൂപ്പരയ്ക്ക് മുട്ടടുത്ത് പുറത്തല്ലേ 2 ദിവസം വരും. ഈ 2 ദിവസം പുറത്തുനിന്ന് വരിക നമ്മൾ ഭയങ്കര പൈസല്ലേ. എന്തിനാ ആനപ്പുറത്തിറങ്ങിയ പൈസ കൈ തരുപോലെ? ഞാൻ പറയുന്ന കുറച്ച് ബാക്കിയൊന്നും കഴിക്കില്ല. അത് കണ്ണിഷ്ടമല്ല. എനിക്ക് തീരെ താല്പര്യമില്ല. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് പണ്ട് പ്രതിപക്ഷം ഭരിച്ചിരുന്ന കാലത്ത്, ആ കാലത്തല്ല, ഈ കാലത്തല്ല, സമയത്ത് ഇവിടെ ഒരു റോഡുണ്ടായിരുന്നു. പൊട്ടി പൊളിഞ്ഞ് വികൃതമായി ഷേപ്പില്ലാത്തൊരു റോഡുണ്ടായിരുന്നു. ആ റോഡിലൂടെ ഒരു ഗർഭിണി നടന്നു പോവുകയാണെങ്കിൽ ആ ഗർഭിണി അപ്പോൾ തന്നെ പ്രസവിച്ചു വീഴുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ലേ? നല്ല മെത്തേഡ് ആക്ടിവിറ്റി ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഞാൻ നടത്തിയ വികസനങ്ങളെ കുറിച്ചാണ്. ഞാൻ കിട്ടിയ പണ്ടുകൊണ്ട് സ്കൂൾ വികസിച്ചത് കണ്ടോ? ആശുപത്രികൾ, റോഡുകൾ, എനിക്കിതെല്ലാം കിട്ടിയ ഫണ്ട് കൈവിട്ട് പോയി കേട്ടോ. കൈവിട്ട് പോയി കേട്ടോ. ശ്രദ്ധിക്കട്ടെ. ഞാൻ നടന്ന ഒരു സംഭവം പറയാം. പണ്ട് ഒരു വൃദ്ധനായ അപ്പൂപ്പൻ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. അദ്ദേഹത്തിന് ഒരു തെരുവുനായ കടിച്ചു. അദ്ദേഹത്തെ തെരുവുനായ കടിക്കുകയാണ്. കടിക്കുന്നു, കരയുന്നു, കടിക്കുന്നു, കരയുന്നു, കരയുന്നു, കടിക്കുന്നു. അത് ഞാൻ ഇഷ്ടം പറയും. പൈസ അതായിരിക്കാം. കടിക്കുന്നു, കരയുന്നു. അദ്ദേഹം അവിടെ മരിച്ചു വീഴുകയാണ്. മരിച്ചു വീഴുകയാണ്. ഒരു മനുഷ്യന്മാർ പോലും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ ഞാൻ നടന്നു ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് പാടി. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കൂടി മരവിച്ച വിരലുകൾ നടുവിൽ. ചന്തി കാണിച്ചു ഒരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെയാണ് പിഴച്ച ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ. അങ്ങനെ സംഭവങ്ങൾ നടന്നു. ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. നമ്മുടെ ചിഹ്നം നമ്മുടെ ചിഹ്നം ഉരലാണ്. നമ്മുടെ ചിഹ്നം ഒരു പ്രശ്നം ചിഹ്നം എന്റെ പത്ത് പോക്കറ്റിലേക്ക് എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ പുറത്തൊക്കെ എടുക്കട്ടെ. അല്ലെ വിരിക്കുന്നു നോക്കട്ടെ. വിരിക്കുന്നോണ്ട് എത്ര പ്രാവശ്യം കണ്ട് കാര്യമില്ല. ഞാൻ എത്ര പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കും. കാര്യങ്ങളുണ്ട്.
ഹൃദയത്തോട് ചേർക്കണം. ഈ ഉരലിനെ നിങ്ങൾ ഉയർത്തി 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 ഇങ്ങനെ അങ്ങോട്ട് ഉയർത്താണെന്ന് പറഞ്ഞിട്ട് കൈ തൊഴേണ്ടത്. അതങ്ങനെ പറയാറില്ല, പറയാറുണ്ട്. ഉന്നതങ്ങളിലേക്ക് എത്തിക്കണം. ഉരലിനെ നിങ്ങൾ വിജയിപ്പിച്ച് ഉയർത്തി ഈ ഉയർത്തി പ്രിയമുള്ളവരെ, അയ്യോ അമ്മേ ഞാൻ ചത്തേ. കഴിഞ്ഞ എല്ലാവരും പോയിക്കോളും.